ട്രംപ് ഗ്രീൻലാൻഡ് പിടിക്കാനായിട്ട് ഇപ്പോൾ പറഞ്ഞുകൊണ്ടിരിക്കുന്ന കാരണങ്ങളല്ലാതെ മറ്റു ചില കാരണങ്ങളുണ്ട് എന്ന് സാറ് മുമ്പ് സംസാരിച്ചപ്പോൾ പറഞ്ഞില്ലേ, എന്തൊക്കെയാണത്? അതിന് ചില കാരണങ്ങളുണ്ട്. ഇപ്പം നോർമൽ കാരണങ്ങൾ ഇതൊക്കെയാണ്. ഒരു തന്ത്രപ്രധാന പ്രവിശ്യയാണ്. അതായത് റഷ്യ, ചൈന തുടങ്ങിയവർ ഉയർത്തുന്ന ഭീഷണികൾ നേരിടാൻ പറ്റിയ സ്ഥലം. ആർട്ടിക് മേഖലയിലേക്ക് അമേരിക്കയ്ക്ക് നേരിട്ട് പ്രവേശനം സാധ്യമാക്കുന്ന സ്ഥലം. തന്ത്രപ്രധാന സ്ഥലമാണ് ആർട്ടിക് മേഖല എന്ന് പറഞ്ഞാൽ. അത് വെറും മഞ്ഞുപാളികളുള്ളെങ്കിലും അമേരിക്കയുടെ സൈനിക സാന്നിധ്യം അവിടെ ഉറപ്പാക്കണം എന്നൊരു നിലപാട് പണ്ടേ അമേരിക്കയ്ക്കുണ്ട്. പിന്നെ അപൂർവ ധാതുക്കൾ, ലോഹങ്ങൾ, ഇതിൻ്റെയൊക്കെ നിക്ഷേപം അക്കാര്യത്തിൽ ചൈനയ്ക്ക് മുകളിൽ ഒരു പിടി കൊണ്ടുവരാനൊക്കെ സഹായിക്കും. അങ്ങനെ പല കാര്യമുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ നീക്കത്തിന് പുറകിൽ ഇതൊന്നും അല്ല കാര്യം. ഉക്രൈൻ യുദ്ധം തന്നെയാണ് കാരണം. അതെങ്ങനെയാണ് ബാധിക്കുക? അത് ബാധിക്കുന്നതല്ല. ഉക്രൈൻ യുദ്ധം കാരണം ട്രംപിന് ഇങ്ങനൊരു നിലപാടെടുക്കേണ്ടി വന്നതാണ്. ട്രംപ് അധികാരത്തിൽ വരും ഇല്ലെങ്കിൽ അതിന് മുമ്പേ തന്നെ പറഞ്ഞിട്ടുണ്ട്, ഞാൻ അധികാരത്തിൽ വന്ന ഒരാഴ്ച കൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാം. അപ്പോൾ ട്രംപിനെ സംബന്ധിച്ച് ഇപ്പോൾ ഉക്രൈൻ എന്തുകൊണ്ട് യുദ്ധം ചെയ്യുന്നു? അമേരിക്കയുടെ ബാക്കപ്പ് ഉണ്ടായിരുന്നുകൊണ്ട് യുദ്ധം തുടങ്ങി. അമേരിക്കൻ പിന്തുണ, അമേരിക്കൻ ആയുധങ്ങൾ, അമേരിക്കൻ പണം. ട്രംപ് ചിന്തിച്ചത് ഇതാണ്, ഞാൻ അധികാരത്തിൽ വന്നാൽ ഞാൻ ഈ പണം കൊടുക്കുന്നില്ല, ഞാൻ ഇനി ആയുധം കൊടുക്കില്ല, ഐ വിൽ ജസ്റ്റ് ഡിക്റ്റേറ്റ് മൈ ടൈംസ്, അതങ്ങ് കേട്ടാൽ മതി. ഇതാണ് ഈ നിലപാട് തന്നെ. അതാ നമ്മളത് കണ്ടതാണ്. ഇവിടെ വാഷിങ്ടണിൽ ഇവനെ സെലൻസ്കിയെ വിളിച്ചു വരുത്തി വെറും വേലക്കാരനോട് പെരുമാറുന്നുള്ള പെരുമാറ്റവും അയാളാകെ ഇതായി. പക്ഷേ യൂറോപ്യൻ യൂണിയൻ അവിടെ വേറെ നിലപാടെടുത്തു. അവർ സെലൻസ്കിക്ക് ഫുള്ള് പിന്തുണ കൊടുക്കുക. ഇവിടെ അപ്പോൾ എന്തു വരി? യുദ്ധം നീണ്ടു. സെലൻസ്കി നോക്കുമ്പോൾ അമേരിക്ക സഹായിക്കേണ്ട ആവശ്യമില്ല, പണവും ആയുധങ്ങളൊക്കെ വേറെ ആൾക്കാർ തരുന്നുണ്ട്. ആയുധങ്ങൾ അമേരിക്ക കൊടുക്കാഞ്ഞിട്ട് തന്നെ നല്ലൊരു സപ്ലൈ ഇപ്പോഴും യുക്രൈന് കിട്ടുന്നുണ്ട്. ഈ ആയുധങ്ങൾ ഉപയോഗിച്ചാണ് അവർ യുദ്ധം ചെയ്യുന്നത്. അപ്പം അവർക്കവിടെ യുദ്ധത്തിനാവശ്യമുള്ള സൈനികർ കുറേ പേരുണ്ടാവാം, പക്ഷെ പലതരം ആയുധങ്ങളുണ്ട്. ഡ്രോണുകളും മിസൈലുകളും അങ്ങനെയൊക്കെ പലതും വെച്ച് ഇടയ്ക്കിടയ്ക്ക് റഷ്യയ്ക്ക് ഓരോ ആഘാതം അവർ ഏൽപ്പിക്കുന്നുണ്ട്. സാർ, ഈ യൂറോപ്യൻ യൂണിയൻ എന്ന് പറയുന്ന ആ കൂട്ടായ്മയിൽ എല്ലാ രാജ്യങ്ങൾക്കും അത്രയേറെ ആയുധങ്ങളും പണവും ഒക്കെ. യൂറോപ്യൻ യൂണിയൻ സമ്പന്നമാണ് ആദ്യം തന്നെ. പിന്നെ യൂറോപ്പിൻ്റെ സ്വന്തം ആയുധങ്ങൾ അവരാദ്യം അവരുടെ പഴയ ആയുധങ്ങളൊക്കെ ഉക്രൈന് കൊടുത്തായിരുന്നു. സത്യം പറഞ്ഞാൽ എല്ലാം തീർന്നു കഴിഞ്ഞു. യൂറോപ്പ് ഓൾമോസ്റ്റ് നിരായുധമാണിപ്പം. ഇതാണ് വാസ്തവം. പുടിൻ ഒരു ഘട്ടത്തിൽ യുദ്ധം നീണ്ടപ്പം പുടിൻ്റെ സന്തോഷം അതായിരുന്നു. കാരണം യൂറോപ്പിൻ്റെ ഒരു നിരായുധീകരണം കൂട്ടത്തിൽ നടക്കും. അവരുടെ ധാരാളം പണം ഇവിടെ വിനിയോഗിക്കപ്പെടും. നാളെ ഒരു ശരിയായൊരു യുദ്ധം യൂറോപ്പിനോട് പുടിന് ചെയ്യേണ്ടി വന്നാൽ യൂറോപ്പിൻ്റെ ശക്തി കുറയും. അമേരിക്ക അവിടെ ഇവരെ പിന്തുണയ്ക്കാനില്ലെങ്കിൽ യൂറോപ്പ് തീർത്തും ദുർബലമാകും എന്നുള്ളതാണ്. പക്ഷേ യൂറോപ്പിൽ ആയുധ കമ്പനികളുണ്ട്, ബ്ലാക്ക് റോക്കൊക്കെ പോലത്തെ ആയുധ കമ്പനികളുണ്ട്. ഈ ആയുധ കമ്പനികൾക്ക് ലാഭം ഉണ്ടാക്കുന്ന ഒരു യുദ്ധത്തിനോടും ട്രംപിന് താല്പര്യമില്ല. ട്രംപ് തുടക്കത്തിലേ അങ്ങനെ ഇരുതാ. അയാളൊരു ബിസിനസ്സുകാരനാണ്. അയാൾ അമേരിക്ക എന്നുള്ളൊരു രാജ്യമാണ്, അതൊരു സ്ഥാപനം പോലെ കരുതിയിട്ട് അയാൾ അതിൻ്റെ CEO ആയിട്ടിരിക്കുകയാണെങ്കിൽ അവിടെ ലാഭവിഹിതം ഉണ്ടാകുക എന്നുള്ളതേ അയാൾ ചിന്തിക്കുകയുള്ളൂ. പകരം നഷ്ടമാണ് അമേരിക്ക. യൂറോപ്യൻ യൂണിയൻ അല്ല, ഞാൻ പറഞ്ഞു വന്നതല്ല. അവിടെ അമേരിക്കയ്ക്ക് എങ്ങനെ ഇത്രയും വലിയ നഷ്ടം വന്ന്? വലിയ കടക്കണിയിലാണ്. സ്വന്തം GDP-യേക്കാളും കൂടുതൽ അവിടെ കടം വന്ന് കിടപ്പുണ്ട് അല്ലേ? അപ്പോൾ ഇതെങ്ങനെ സംഭവിച്ചു? ലോകത്ത് പലയിടത്തും അമേരിക്ക യുദ്ധം സ്പോൺസർ ചെയ്യുന്നു, അഥവാ അമേരിക്കയിലെ ആയുധ കമ്പനികൾ സ്പോൺസർ ചെയ്ത് യുദ്ധം ഉണ്ടാക്കുന്നു, അമേരിക്ക യുദ്ധത്തിലേക്ക് പിടിച്ചിടുന്നു. അപ്പം ഇവർക്ക് വേണ്ടിയിട്ട് അമേരിക്ക യുദ്ധം ചെയ്യണം, ഇവർക്ക് വേണ്ടി ഇവരുടെ കയ്യിൽ നിന്ന് അമേരിക്ക ആയുധങ്ങൾ വേണം, ഇവർക്ക് ഡോളർ കൊടുക്കണം. അങ്ങനെ ആയുധ കമ്പനികൾ കൊഴുക്കും, അമേരിക്ക മെലിയും. അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്നിട്ട് വേറൊരു തരത്തിൽ ലോകത്തെ വഞ്ചിച്ചുകൊണ്ട് നിലനിൽക്കുന്നു. അത് ഡോളറിനെ അടിച്ചേൽപ്പിച്ചുകൊണ്ട് ലോകത്തിന് മേൽ മുഴുവനായിട്ട്. പിന്നെ പെട്രോ ഡോളർ ഇങ്ങനെയുള്ള ഇതിലൊക്കെ എവിടെയെങ്കിലുമൊക്കെ തെറ്റിപ്പോയാൽ അധികം വൈകാണ്ട് അമേരിക്ക താഴേക്ക് പോകും. അതാണ് അവസ്ഥ. 2026 അത്തരം പല തകർച്ചകളുടെയും തുടക്കമാണ്. ഇങ്ങനെ ഒരു വാസ്തവം മുന്നിൽ നിൽക്കുമ്പോഴാണ് ഈ പ്രശ്നങ്ങൾ വന്നിരിക്കുന്നത്. അപ്പം ട്രംപ് ശ്രമിക്കുന്നത് എങ്ങനെയെങ്കിലും ഈ ആയുധ കമ്പനികളുടെ സമ്മർദ്ദം കുറച്ച് അവർക്ക് വേണ്ടിയിട്ട് അമേരിക്ക പണം മുടക്കുന്നത് ഒഴിവാക്കിയിട്ട് യുദ്ധത്തിൽ നിന്ന് വിട്ടുനിൽക്കുക. അതുകൊണ്ട് തന്നെ സെലൻസ്കിയോട് ആദ്യം പറഞ്ഞു, നോ മണി നോ വെപ്പൺസ് വേണം തരാം, യു പേ ദ മണി, ഇങ്ങനെയാണ് തരാം, ഇല്ലെങ്കിൽ നടക്കില്ല. അമേരിക്കയുടെ പണം അമേരിക്കയുടെ ആയുധങ്ങളും വെച്ചിട്ട് നീ ഇനി യുദ്ധം ചെയ്യാതെ വിചാരിക്കേണ്ട, സ്റ്റോപ്പ് ഇറ്റ് എന്ന് തന്നെയാണ് പറഞ്ഞത്. പക്ഷേ യൂറോപ്പിൽ ആയുധ കമ്പനികളുണ്ട്, അതാണ് ബ്ലാക്ക് റോക്സ് പോലുള്ളതൊക്കെ. അവർക്ക് യൂറോപ്യൻ യൂണിയൻ പണം കൊടുക്കുന്നു, എന്നിട്ട് ഉക്രൈനിൽ സപ്ലൈ ചെയ്യുന്നു. ഇതൊരു വാശി പോലെ യൂറോപ്യൻ യൂണിയൻ എടുത്തേക്കുക. ഈ നീക്കം പക്ക ആൻറ്റി അമേരിക്കൻ നീക്കമാണ് ഇപ്പോഴത്തെ നിലയ്ക്ക്. കാരണം ട്രംപ് എന്ന അമേരിക്കൻ പ്രസിഡന്റ് എടുത്തിരിക്കുന്ന നിലപാടിന് വിരുദ്ധമാണിത്. ആ ട്രംപിന് ഇഷ്ടപ്പെടുന്നില്ല. അപ്പോഴാണ് ട്രംപ് ഒരു നിലപാടെടുത്തത്. അങ്ങനെ ഉക്രൈൻ്റെ കാര്യത്തിൽ പറഞ്ഞു കേൾക്കാൻ തയ്യാറല്ലെങ്കിൽ യൂറോപ്യൻ യൂണിയന് മുകളിൽ സമ്മർദ്ദം അയാൾ ഉണ്ടാക്കിയിടാൻ പോവാണ്. ട്രംപ് പറഞ്ഞാൽ കേൾക്കാത്ത യൂറോപ്യൻ യൂണിയൻ അടങ്ങുന്ന നാറ്റോ ട്രംപിന് വേണ്ട, അയാൾ ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ഇനി അയാൾ പറഞ്ഞാൽ കേൾക്കാത്ത UN വേണ്ട,
അത് ഉപേക്ഷിക്കാൻ തയ്യാറാണ്. ട്രംപ് ചില ടേംസ് ഡിറ്റക്റ്റ് ചെയ്യുന്നുണ്ട്, അതനുസരിച്ച് പൊക്കോളുക. ട്രംപിനെ സംബന്ധിച്ച് പുടിൻ നല്ലൊരു സുഹൃത്താണ്, അവർ തമ്മിൽ വളരെ പഴയ ബന്ധമാണ്. പുടിന് അനുകൂലമായ വിധത്തിൽ യുദ്ധം നിർത്താനാണ് ട്രംപ് ശ്രമിക്കുന്നത്. അതെ. അപ്പം ട്രംപ് മുന്നിൽ വെച്ച ഏതാണ്ട് 29 ഒരു ഇതുണ്ടായിരുന്നു, ചർച്ചകൾ ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ സെലൻസ്കി വിട്ട് കളഞ്ഞിട്ട് യൂറോപ്യൻ യൂണിയനുമായിട്ട് ചേർന്ന് അദ്ദേഹം ഒരു 19 പോയിന്റുകൾ മുന്നിൽ വെച്ചു. അത് ഉക്രൈൻ്റെ താല്പര്യം അനുസരിച്ചുള്ളതാണ്. അപ്പം ഇങ്ങനത്തെ ഒരു സാധനം വന്നപ്പോഴാണ് യുദ്ധം പിന്നെ നീളാൻ തുടങ്ങിയത്. യുദ്ധം നീളണമെങ്കിൽ യുദ്ധം ചെയ്യാൻ ഉള്ള അതിന് മാനസികമായിട്ട് തയ്യാറെടുത്ത 2 രാജ്യങ്ങൾ വേണം, അതിനുള്ള 2 രാജ്യത്തലവന്മാർ വേണം, സൈന്യം വേണം, ആയുധങ്ങൾ വേണം. ഇതിൽ സൈന്യം ഉക്രൈനുണ്ട്, അവരുടെ തന്നെ ജനതയാണത്. ആയുധങ്ങൾ യൂറോപ്യൻ യൂണിയൻ കൊടുക്കുകയാണ്. അമേരിക്ക കൊടുത്തില്ലെങ്കിലും യൂറോപ്യൻ യൂണിയൻ കൊടുക്കുന്നു. ഈ ഇരട്ടത്താപ്പാണ് ട്രംപിന് ഇഷ്ടപ്പെടാണ്ട് പോയത്. അതായത് യുദ്ധം അമേരിക്ക തുടങ്ങി വെച്ചു, അമേരിക്കയായിട്ട് നിർത്താൻ നോക്കുമ്പോൾ ചിലർ സമ്മതിക്കുന്നില്ല. അവിടെ യഥാർത്ഥം സംഭവിക്കുന്നത് ഈ യുദ്ധം യൂറോപ്യൻ രാഷ്ട്രീയ ആവശ്യമല്ല, ഇത് ആയുധ കമ്പനികളുടെ ആവശ്യമാണ്. ആയുധ കമ്പനികൾ തന്നെയായിരിക്കണം അമേരിക്ക കൊണ്ട് തുടങ്ങിച്ചത്. അതിന് നേട്ടം കൊയ്യുന്നതും അന്നും അതെ ഇന്നും അതെ ആയുധ കമ്പനികളാണ്. അപ്പോൾ അവരുടെ ലോബിയിങ്ങിലായിരിക്കും യൂറോപ്യൻ യൂണിയൻ ഈ നിലപാടെടുത്തേക്കുന്നത്. സത്യത്തിൽ അമേരിക്കയുടെ കൈവിട്ടുപോയി ഈ കാര്യങ്ങൾ. കൈവിട്ടുപോയി. അപ്പോൾ അതുകൊണ്ട് അമേരിക്ക ഒരു പുതിയ സമ്മർദ്ദം യൂറോപ്യൻ യൂണിയൻ മുകളിലിട്ട് കൊടുക്കുന്നു. അതുകൊണ്ട് അയാൾ ഡെൻമാർക്ക് പിടിച്ചെടുത്തു വരും. ഇറാനിൽ ആക്രമണം നടത്താൻ പോകുന്നു എന്ന് പറയുമ്പോഴും ഇറാന് മുമ്പ് ഡെൻമാർക്ക് പിടിക്കാൻ അയാൾ നോക്കിയാൽ അതിൽ എനിക്ക് ഒരു അതിശയം തോന്നുന്നില്ല. അപ്പോൾ ഈ യൂറോപ്യൻ യൂണിയനും അമേരിക്കയും തമ്മിലുള്ള ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവും. ഏറ്റുമുട്ടൽ ഉണ്ടായിന്ന് വരാം. ഏറ്റുമുട്ടൽ ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. യൂറോപ്യൻ യൂണിയൻ എങ്ങനെയാണ് വിജയിക്കാൻ പറ്റുക? അമേരിക്ക എന്നുള്ള ശക്തിയുടെ മുന്നിൽ പിടിച്ചു നിൽക്കാനുള്ള ഒന്നും അവരുടെ മുന്നിലില്ല. യൂറോപ്യൻ യൂണിയൻ ആ പ്രദേശം ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒരു യൂറോപ്യൻ രാജ്യമല്ല, അത് ടർക്കിയാണ്. ടർക്കി എന്തായാലും അമേരിക്കയ്ക്കെതിരായിട്ട് യുദ്ധം ചെയ്യാൻ പോകുന്നില്ല, അവർ തട്ടുമേടിക്കും. പക്ഷേ കൂട്ടായ്മയുണ്ടല്ലോ രാജ്യങ്ങളുടെ, ഒരുമിച്ച് നിന്ന് പ്രതിരോധിക്കാൻ ശ്രമിക്കില്ലേ? അതിൽ തന്നെ രാഷ്ട്രീയ അഭിപ്രായ വ്യത്യാസങ്ങൾ വരും. ഫോർ എക്സാമ്പിൾ ബ്രിട്ടൻ അമേരിക്കയിൽ യുദ്ധം ചെയ്യാൻ പറ്റും തോന്നുന്നുണ്ടോ? ഇപ്പോൾ തന്നെ ഡെൻമാർക്കിലേക്ക് അവർ സൈന്യാഭ്യാസത്തിന് പ്രതിനിധീകരിച്ചത് ഒരൊറ്റ സോൾജിയറെയാണ്, സിംഗിൾ 1 പേഴ്സൺ. ആലോചിച്ച് നോക്ക്. അതെ, ഒരാളെങ്കിലും അയക്കണ്ടേ? അയച്ചുകൊണ്ട് എന്താ ഗുണമുള്ളത്? ഒരാൾ പോയി എന്തിന്? ആ തണുപ്പത്ത് ചായം കുടിച്ച് നിൽക്കാനോ? ഇതാണ് അവസ്ഥ. യൂറോപ്യൻ യൂണിയനിലെ പല രാജ്യങ്ങൾക്കും ഇക്കാര്യത്തിൽ അനുകൂലമൊന്നുമല്ല, പക്ഷെ അവിടെ ലോബി കളിക്കുന്നുണ്ട്. ആ ലോബിയുടെ കളി അത് പ്രോബബ്ലി ആയുധ കമ്പനികളുടെ പ്രേരണയിലാവാം. അതാണ് ട്രംപിന് ഇഷ്ടപ്പെടാണ്ട് പോകുന്നത്. അതുകൊണ്ട് ട്രംപ് ചിലപ്പോൾ ഡെൻമാർക്ക് പിടിച്ചെടുത്തും വരും. പിടിച്ചെടുത്താൽ പിന്നെ തിരിച്ച് കിട്ടുന്നത് ഡെൻമാർക്ക് വിചാരിക്കേണ്ട. ഡെൻമാർക്കിൽ ഗ്രീൻലാൻഡ് പിടിച്ചെടുത്തും വരും. ഗ്രീൻലാൻഡ് പിടിച്ചെടുത്താൽ ഡെൻമാർക്കിന് അവിടെ തിരിച്ച് കിട്ടുന്ന അവർ വിചാരിക്കേണ്ട. അതൊരു ശക്തമായ മൂവായിട്ട് ഭാവിയിലേക്ക്, എന്നാലും മൺസത്ര സംഭവിച്ചില്ലേ, ഇനി തിരിച്ചു തരുന്നില്ല എന്നെടുക്കും. അങ്ങനെയൊക്കെ സംഭവിക്കാൻ പോകുന്നത് നാറ്റോ ഇല്ലാണ്ടാവും. നാറ്റോ രാജ്യങ്ങൾ പറഞ്ഞിരിക്കുന്നതാണ്, ഒന്നുകിൽ ഇത് 3-ാം ലോക മഹായുദ്ധം ഉണ്ടാവും, അല്ലെങ്കിൽ നാറ്റോ ഇല്ലാണ്ടാവും. 3-ാം ലോക യുദ്ധം ഉണ്ടാക്കണമെങ്കിൽ മറ്റു പലരും കൂടെ അതിനകത്ത് ഇറങ്ങണം. യൂറോപ്പും അമേരിക്ക തമ്മിലുള്ള യുദ്ധം മാത്രം വന്നിട്ട് 3-ാം ലോക യുദ്ധം ആവില്ല. ഫലത്തിൽ യൂറോപ്യൻ യൂണിയനും നാറ്റോയും സ്പ്ലിറ്റായി. ഫലത്തിൽ അമേരിക്കയും നാറ്റോയും തമ്മിൽ സ്പ്ലിറ്റ് ആവും. കാരണം ഈ നാറ്റോ എന്ന് പറയുന്നത് അമേരിക്ക നാറ്റോയെ അങ്ങ് ഉപേക്ഷിക്കുകയാണല്ലോ ചെയ്യണത്. നാറ്റോയായിട്ട് ആര് നിൽക്കുക? നാറ്റോയുടെ തലപ്പത്ത് അമേരിക്കയാണ്, ശരിയാണ്. ആ നാറ്റോയിലെ സഖ്യരാഷ്ട്രങ്ങൾക്കെതിരെയാണല്ലോ യുദ്ധം തന്നെ. ഇതിലാരെ പിന്നെ നാറ്റോ ആയിട്ട് കാണണം? ഭൂരിപക്ഷത്തെ കാണണോ അതോ അമേരിക്കയെ കാണണോ എന്നൊരു ചോദ്യമുണ്ട്. ചില ഇപ്പോൾ സാറ് മുമ്പ് പറഞ്ഞ പോലെ ചില രാജ്യങ്ങളെങ്കിലും അമേരിക്കയ്ക്കൊപ്പം നിൽക്കുകയോ അല്ലെങ്കിൽ ഒപ്പം പൂർണ്ണമായിട്ട് യുദ്ധത്തിന് പോകില്ലായിരിക്കും, പക്ഷേ അമേരിക്കയോട് യുദ്ധം ചെയ്യില്ല, അവർ മാറി നിലപാടിലോ നിൽക്കില്ലേ. ഇത് ഇവർ നാറ്റോ എന്ന് പറയുന്നത് സ്വന്തം പ്രൊട്ടക്ഷൻ ആണെന്നാണ് യൂറോപ്യൻ യൂണിയൻ വെച്ചേക്കുന്നത്. കാരണം യൂറോപ്യൻ യൂണിയനിലെ അംഗരാജ്യങ്ങളെടുത്താൽ ഇവർക്ക് സെപ്പറേറ്റ് വലിയ ശക്തിയൊന്നുമില്ല. അവർ കാണുന്ന ഭീഷണി ഇല്ല, പണ്ട് തൊട്ടേ അവരുടെ മുന്നിൽ ആയുധ കമ്പനികളോ യുദ്ധ സാഹിത്യ വിരുദ്ധന്മാരോ ഇട്ട് കൊടുത്തേക്കുന്നത്, ഇല്ല അനലിസ്റ്റുകൾ ഇട്ട് കൊടുത്തേക്കുന്നത് റഷ്യ ഈസ് ഓൾവേസ് എ ത്രെറ്റ് എന്നുള്ള ഒരു ഇതാണ്. അപ്പോൾ അവർ ചിന്തിക്കുന്നതാണ്, നാറ്റോ ഇല്ലാണ്ടായാലും ഞങ്ങൾ റഷ്യ കയറി പിടിച്ചെടുക്കും. പിടിച്ചെടുക്കാൻ ആവശ്യമുണ്ടെങ്കിൽ റഷ്യ എപ്പോഴും പിടിച്ചെടുത്തു വരും, ഇല്ലയെന്നല്ല. പക്ഷേ പിടിച്ചെടുക്കാണ്ട് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു എന്ന് പറയുന്ന അമേരിക്ക പിടിച്ചെടുത്താൽ എന്ത് ചെയ്യും? പിന്നെ നാറ്റോ ഉണ്ടായിട്ട് കാര്യമൊന്നുമില്ല. അതോടെ നാറ്റോ അവിടെ അവസാനിക്കും. അങ്ങനെ വന്നാൽ യൂറോപ്പിൻ്റെ എല്ലാ ശാക്തിക ബലതന്ത്രങ്ങളും അതോടുകൂടി മാറും. യൂറോപ്പിൻ്റെ പല ഏരിയയുടെ മാപ്പ് ചിലപ്പോൾ മാറ്റി എഴുതേണ്ടി വരും. ഇങ്ങനെയൊക്കെയാണ്. ഇപ്പോൾ അതുകൊണ്ട് ട്രംപ് ഇറങ്ങണം വരെയെങ്കിലും ഈ യുദ്ധം നിൽക്കരുതെന്നാണ് സത്യത്തിൽ യൂറോപ്യൻ യൂണിയൻ്റെ ആഗ്രഹം. ട്രംപിന് 1-2 കൊല്ലം ഉണ്ടാവുമല്ലോ, അതുവരെ യുദ്ധം നീണ്ടുപോകണം. അതുവരെ അവർ ഇവരെ സപ്പോർട്ട് ചെയ്യുക. അത് കഴിഞ്ഞ് അവരുടെ ലക്ഷ്യം എന്ന് പറയുന്നത് യുക്രൈൻ നാറ്റോയിൽ പൂർണ്ണ പങ്കായിട്ട് വരികയും ഒരിക്കലും യുക്രൈന് മുകളിൽ ഒരു റഷ്യൻ ഭീഷണി ഉണ്ടാവുകയും ചെയ്യരുത്. കാരണം നാറ്റോ അംഗത്തെ ആക്രമിച്ചാൽ മുഴുവൻ നാറ്റോക്കാരും കൂടെ ചേർന്ന് റഷ്യ ആക്രമിക്കും. അപ്പോൾ ഒന്ന് റഷ്യ ഇല്ലാണ്ടാവും, അല്ലെ റഷ്യ ഈ ഒരു
യുദ്ധം പൂർണ്ണമായിട്ട് തന്നെത്താൻ നിർത്തും. ഇത് രണ്ടിലൊന്നാണ് അവരുടെ ഈ ആവശ്യം. ഒരു ഏറ്റുമുട്ടൽ ഉണ്ടാവുകയാണ് എന്നുണ്ടെങ്കിൽ ഇപ്പോൾ റഷ്യയും അതായത് പുടിനും ട്രംപും തമ്മിൽ നല്ല ബന്ധമാണെന്ന് പറഞ്ഞില്ലേ, അപ്പോൾ റഷ്യയുടെ നിലപാട് എന്തായിരിക്കും ഇതിനകത്ത്? റഷ്യയുടെ നിലപാട് റഷ്യ പറഞ്ഞു കഴിഞ്ഞു. അതായത് നിങ്ങൾ കയറി ഗ്രീൻലാൻഡിനെ അമേരിക്ക കയറി പിടിച്ചെടുക്കുകയാണെങ്കിൽ ഞങ്ങൾക്കൊന്നുമില്ല എന്നാണ് പറഞ്ഞത്. അതായത് അമേരിക്ക ഗ്രീൻലാൻഡിനെ പിടിച്ചെടുത്താൽ അതെ, കാരണം എല്ലാവരും ലോകം മുഴുവൻ പറഞ്ഞ അമേരിക്കയെ പിടിക്കാൻ കാരണം അവിടെ റഷ്യയുടെ സാന്നിധ്യമുണ്ട്, റഷ്യൻ ഭീഷണി തടുക്കാനാണ്. ഞങ്ങൾക്ക് അങ്ങനെ ഒരു സാന്നിധ്യമില്ല, ഞങ്ങളോട് ഭീഷണി ഉണ്ടാക്കുന്നുമില്ല, അമേരിക്കയെ പിടിച്ചെടുക്കാൻ എടുത്തോട്ടെ, ഞങ്ങൾക്കൊരു കുഴപ്പമില്ല എന്നാണ് പുടിൻ പറഞ്ഞത്. പുടിൻ പറഞ്ഞാണ് ഇതിൻ്റെ ഏറ്റവും വലിയ രാഷ്ട്രീയ തന്ത്രം. കാരണം എന്താ? ഞങ്ങൾ ഉക്രൈൻ്റെ ഭൂമി പിടിച്ചിട്ടുണ്ട്, അതിനുമായിട്ട് യുദ്ധം ചെയ്യാൻ വരുന്നത്, അതുകൊണ്ട് അമേരിക്ക ഡെൻമാർക്കിൻ്റെ ഭൂമി പിടിച്ചോട്ടെ, ഞങ്ങൾക്ക് പ്രശ്നമല്ല, ഞങ്ങൾ രണ്ട് ശക്തർ ഇങ്ങനെയൊക്കെ ചെയ്യും, അപ്പോൾ അശക്തർ വേണമെങ്കിൽ ഒന്ന് അനുഭവിച്ചോ എന്നുള്ള ഒരു മീനിങ് കൂടി അതിനകത്തുണ്ട്. ട്രംപിനുള്ളൊരു രാഷ്ട്രീയ പിന്തുണയുണ്ട്, യൂറോപ്യൻ യൂണിയൻ്റെ വാദങ്ങളെ പുച്ഛിച്ച് തള്ളുന്നുണ്ട്. ഇങ്ങനെ പല പല കാര്യങ്ങളും അവിടെ വരുന്നുണ്ട്. എന്തായാലും പുടിനും ട്രംപും തലപ്പത്തിരിക്കാത്ത കാലത്ത് ഈ പറഞ്ഞ ഇവർ തമ്മിലൊരു ഭീഷണി പ്രശ്നമില്ല. ആര് തമ്മിൽ? ഈ അമേരിക്കയും റഷ്യയും തമ്മിൽ ഭീഷണി പ്രശ്നം വരുന്നില്ല. ഈ പുടിനും ട്രംപും അതായത് ട്രംപ് ഇറങ്ങിക്കഴിഞ്ഞാൽ പ്രശ്നമാണ്. കാരണം ജോ ബൈഡൻ ഉണ്ടായിരുന്ന കാലത്താണ് ഉക്രൈൻ യുദ്ധം തുടങ്ങിയത്. അത് റഷ്യക്കിട്ട് പണി കൊടുക്കാൻ വേണ്ടി തന്നെ തുടങ്ങി വെച്ച സാധനമാണ്. അവരുടെ ഒരു വലിയ ലക്ഷ്യം സ്ലോലി ആ കാലഘട്ടത്തിൽ ഹിസ്ബുള്ളയെ വീഴിക്കുന്നു, അത് കഴിഞ്ഞ് സിറിയയെ വീഴിക്കുന്നു, പിന്നെ ഇറാൻ വീഴണം, അത് കഴിഞ്ഞ് റഷ്യയുടെ അടുത്ത അലൈസോ റഷ്യ വീഴണം എന്നുള്ളതാണ്. ഇതാണ് തന്ത്രം. അതുകൊണ്ടാണ് ഉക്രൈൻ യുദ്ധം ഉണ്ടാക്കിയത്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ ഇന്ത്യക്കെതിരെ വരുന്നത് എന്തുകൊണ്ട്? ഇന്ത്യക്കെതിരെ അന്നേരം വരും. കാരണം എന്താ? ഈ ഉക്രൈൻ യുദ്ധം നീണ്ടുപോകുമ്പോൾ സാമ്പത്തികമായിട്ട് റഷ്യയെ സപ്പോർട്ട് ചെയ്യുന്നത് ഇന്ത്യയാണെന്ന് ലോകത്തിൽ പലരും കരുതുന്നുണ്ട്. പറയുകയും ചെയ്തു. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേക്കും റഷ്യക്ക് അവിടെ കൃത്യമായിട്ട് ആ ഓയിൽ വിറ്റ് പൈസ കൊടുക്കുന്നത് ഇന്ത്യയായിരുന്നു. അതുകൊണ്ട് കൃത്യമായിട്ട് റഷ്യക്ക് പിടിച്ചു നിൽക്കാൻ പറ്റി. അവനവിടെ യുദ്ധത്തിന് വേണ്ട ആയുധങ്ങൾ സംഭരിക്കാനോ എന്തും ആയിക്കോട്ടെ, ലെറ്റ് ബി, ദർ ഷുഡ് മണി വേണമല്ലോ, അവിടെ പൈസ ഉണ്ടായി കാണും, ഇല്ലയെന്നല്ല. പക്ഷേ ഉക്രൈനിൽ അമേരിക്ക കാണിച്ചത് ശരിയല്ല. കാരണം അത് മുൻകാല ധാരണകളുടെ ലംഘനമാണ്. അക്കാര്യത്തിൽ റഷ്യയുടെ ഭാഗത്ത് തന്നെയാണ് ന്യായം എന്നുള്ളതുകൊണ്ടാണ് ഇന്ത്യക്ക് റഷ്യക്കൊപ്പം നിൽക്കാൻ പറ്റുന്നത്. ആ ന്യായമൊന്നും യൂറോപ്പിന് പ്രശ്നമല്ല, ഈ ന്യായമൊന്നും ബൈഡന് പ്രശ്നമല്ല, CIA പ്രശ്നമല്ല, മൊസാദിന് പ്രശ്നമല്ല. ഇസ്രായേൽ ഉൾപ്പെടെയുള്ള ആൾക്കാരാണ് സത്യം പറഞ്ഞാൽ യുക്രൈനെ പിന്തുണയ്ക്കുന്നത്. കാരണം സെലൻസ്കി ജൂതനാണ്. അപ്പം ജൂതനും ഒന്നിച്ചിരിക്കും എന്നുള്ളൊരു സാധനമുണ്ട് ഈ യുദ്ധത്തിന് പുറകിൽ. അവർക്കൊക്കെ കോമൺ ആയിട്ടുള്ള എനിമിയാണ് പുടിന്. പുടിൻ ശക്തനായ നേതാവാണ്. റഷ്യ എന്നൊരു രാജ്യം എല്ലാ സാമ്പത്തിക തകർച്ചയും കഴിഞ്ഞ് ഇന്ന് നിലനിൽക്കുന്നത് പുടിൻ എന്നൊരാളുടെ ബലത്തിലാണ്. ആ പുടിൻ ഇല്ലെങ്കിൽ അമേരിക്ക എന്തെങ്കിലും ഈ ലോകത്ത് കാട്ടിക്കൂട്ടുന്നതിൻ്റെ ചോദിക്കാൻ ആരുമില്ല. നമ്മളൊന്ന് നോക്കൂ മഡറോയെ പിടിച്ചുകൊണ്ട് പോയ രീതി. സത്യത്തിൽ ട്രംപ് കാണിച്ചു കൊടുത്തോന്നാ, നിങ്ങൾ സൂക്ഷിച്ചില്ലെങ്കിൽ അമേരിക്ക വലിയൊരു ഭീഷണിയാണ്, ഇത് ഇങ്ങനെ സംഭവിക്കും, കണ്ടോ എന്ന് പറയുക ചെയ്യണത്. അപ്പോൾ അത് കണ്ടിട്ട് യൂറോപ്യൻ യൂണിയനിലെ പലരും അന്നേരം പ്രതികരിച്ചു, അത് ചെയ്യരുതായിരുന്നു. അത് നിങ്ങൾ ചെയ്യരുതെന്ന് നിങ്ങൾ പറയണം എന്നാണ് അയാൾ പറയുന്നത്. കാരണം എന്താ? അപ്പുറത്ത് ചോദിക്കാനും പറയാൻ്റെ ആൾ വേണം. അതുകൊണ്ട് പുടിനെ പോലെ ആളോടെ വേണം. ഇപ്പോൾ യൂറോപ്യൻ യൂണിയനിലെ ചില രാജ്യങ്ങൾക്ക് ഇന്ന് ചിന്ത വന്നിട്ടുണ്ട്, ഗ്രീൻലാൻഡിനെ കയറി അമേരിക്ക ആക്രമിച്ചാൽ ഞങ്ങൾ ചിലപ്പോൾ പുടിൻ്റെ കൂടെ പോകും എന്നുള്ളത്. അത് തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നത്. അതായത് ഏകധ്രുവ ലോകമായിട്ട് അമേരിക്ക നിൽക്കണമെന്ന് ട്രംപിന് താല്പര്യമില്ല. അപ്പുറത്തൊരാൾ നിന്നോട്ടെ, കുഴപ്പമൊന്നുമില്ല. പൂർണ്ണമായിട്ടും പുടിനെ തകർക്കണമെന്ന് അമേരിക്ക ആഗ്രഹമൊന്നുമില്ല, അഥവാ ട്രംപിന് ആഗ്രഹമില്ല. അമേരിക്കൻ രഹസ്യാന്വേഷണ സംഘടനകൾക്ക് ആഗ്രഹമുണ്ട്, ട്രംപിന് ആഗ്രഹമൊന്നുമില്ല. ട്രംപ് ഇവിടെ നോക്കുന്നത് ട്രംപ് ഡിക്റ്റേറ്റ് ചെയ്ത ചില രീതികളിൽ കാര്യങ്ങൾ നടക്കണം. ഇതിന് അയാളുടെ ബിസിനസ്സുകാരനാണ്. അയാൾക്ക് അമേരിക്കയുടെ സാമ്പത്തിക സ്ഥിതി ഉയർത്തണം. കാരണം ബിസിനസ്സുകാരനായിട്ട് അതേ ചിന്തിക്കുകയുള്ളൂ, എങ്കിൽ മാത്രമേ അമേരിക്ക നിലനിൽക്കുന്നുള്ളൂ. അത് അമേരിക്കയുടെ ആവശ്യവുമല്ലേ? അമേരിക്കയുടെ ആവശ്യമാണെങ്കിലും അമേരിക്ക ജനത എന്ന് പറയുന്നത് ലോകത്തെ ഏറ്റവും വഞ്ചിക്കപ്പെട്ട ജനതയാണ്. ആരാൽ വഞ്ചിക്കപ്പെട്ട? അമേരിക്കയുടെ സ്റ്റേറ്റ്സ്മെൻ, പട്ടാളം, അതുപോലെ തന്നെ ഈ എയർ മറ്റേ ഏജൻസീസ്, പെൻറ്റഗൺ, ഇവരാൽ വഞ്ചിക്കപ്പെടുന്ന ഒരു സമൂഹമാണ്. അവിടെ ഒരു കൂട്ടായ്മയുണ്ട്, ബിസിനസ്സുകാരും ആയുധ കമ്പനികളും സൈന്യത്തിലെ ഉന്നത ജനറൽമാരും ഒക്കെ ചേർന്ന്. ഇതിനകത്ത് സെനറ്റേഴ്സ് ഉൾപ്പെടെയുള്ള പൊളിറ്റീഷ്യൻസ് ഉണ്ട്. എല്ലാവരും വലിയ തോതിൽ അവിടെ അഴിമതിക്കാരാണ്. സത്യത്തിൽ ലോകത്ത് ഏറ്റവും വലിയ അഴിമതി തന്നെ അമേരിക്ക നടക്കുന്നത്. അത് അഴിമതികൾ തന്നെയാണ്. ഒരു യുദ്ധത്തിൽ പോകുന്നതിന് അവിടെ പ്രതിഫലം കിട്ടും, പെട്രോ ഡോളറിന് വേണ്ടി നിൽക്കുന്നതിന് അവിടെ പ്രതിഫലം കിട്ടും. പണ്ട് ബിൽ ക്ലിൻ്റൺ ഫൗണ്ടേഷന് $10 ലക്ഷം ഇവിടുന്ന് സൗദി അറേബ്യയിൽ നിന്ന് ഒരു ഡൊണേഷൻ കൊടുക്കപ്പെട്ടൊരു സംഭവം എനിക്ക് ഓർമ്മയുണ്ട്. എന്തിനാണ് ബിൽ ക്ലിൻ്റൻ്റെ ഫൗണ്ടേഷൻ അങ്ങനെ ഇത് കൊടുക്കുന്നത്? ഇതൊക്കെ അഴിമതിയുടെ ഓരോ വഴികളാണ്. ഇത്തരം ഫൗണ്ടേഷൻസൊക്കെ സൃഷ്ടിച്ചിട്ടിട്ട് സംഭാവനകളുടെ പേരിൽ ലോകത്ത് പലയിടത്തും അവർ പണം സമാഹരിക്കുകയാണ്. അവർക്ക് ഹ്യൂജ് എമൗണ്ട്സ് കൈവരും. അപ്പോൾ അങ്ങനെ ഒരു ഫൗണ്ടേഷൻ, ഒരു രാജ്യം ഭരിക്കുന്ന പ്രസിഡൻ്റെയോ ഭരിച്ച കുടുംബത്തിൻ്റെ ഫൗണ്ടേഷന് സംഭാവന കിട്ടിക്കഴിയുമ്പം ഈ ലോകത്ത് വേറെ കുറേ പാവപ്പെട്ടൻ്റെ തലേ കുറേ ബോംബ് വീഴും.
ആ ബോംബിടാനുള്ള പണം അമേരിക്കയുടെ ഖജനാവിൽ നിന്ന് ആയുധ കമ്പനികൾക്ക് എടുത്ത് കൊടുക്കണം. കുറേ പാവപ്പെട്ട മനുഷ്യർ ബോംബിട്ട് കഴിയുമ്പം നമ്മുടെ നാട്ടിൽ ആൾക്കാർ നിലവിളി തുടങ്ങും, ദേ കുഞ്ഞുങ്ങളും ഇരിക്കുന്നു, പാവപ്പെട്ട മനുഷ്യർ പട്ടിണി കിടക്കുന്നു, തണുപ്പത്ത് അവർക്ക് അവിടെ കൂരയില്ലാണ്ടായിരിക്കുന്നു. ശരിയാണ്, പക്ഷേ ഇതിനൊക്കെ പുറകിലാരാ? ഇതൊക്കെ ഉണ്ടായിക്കഴിഞ്ഞിട്ട് നിലവിളിച്ചിട്ട് കാര്യമില്ല. ഇതിൻ്റെ മൂലകാരണം ആരാണ്, എന്താണെന്ന് ചിന്തിക്കേണ്ടത്. അത് പെട്രോ ഡോളറിനെ നിലനിർത്തുന്ന സമ്പദ് വ്യവസ്ഥയും അതിന് പുറകിലുള്ള ഗൂഢാലോചന നടത്തുന്ന ഒരു കൂട്ടം ആൾക്കാരുമാണ്. അതിനകത്ത് സൗദി അറേബ്യയും ഇസ്രായേലും അമേരിക്കയും ചേരുന്ന ഒരു കൂട്ടുമുന്നണിയാണത്. അവരൊരുമിച്ച് നിൽക്കുന്നത്. പിന്നെ ഇപ്പം UAE സൗദി തർക്കമൊക്കെ വന്ന കൂട്ടത്തിൽ UAE ഇസ്രായേലിൻ്റെ കൂടെയാണ്, അതുകൊണ്ട് സൗദിക്ക് ഇഷ്ടപ്പെട്ടില്ല എന്നൊക്കെ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിൽ പെട്രോ ഡോളർ എന്നുള്ളൊരു സാധനം വരുമ്പം അത് പണ്ട് ഹെൻറി കിസിഞ്ചറും സൗദി രാജാവും തമ്മിൽ ഒപ്പിട്ടൊരു ഉടമ്പടിയുടെ ഭാഗമായിട്ടാണ് വന്നേക്കണേ. അതിൻ്റെ ഗുണഭോക്താവ് ഇസ്രായേലാണ്. ഇസ്രായേലും സൗദിയും തമ്മിൽ നേരിട്ട് ബന്ധങ്ങൾ ഉണ്ടാവില്ലായിരിക്കും, പക്ഷേ ഓഫ് ദ ടേബിൾ ബന്ധങ്ങൾ ഉണ്ടാവും. ആ ബന്ധങ്ങൾ ശക്തമായിരിക്കും. ആ ബന്ധങ്ങളാണ് ലോകത്തിൻ്റെ ശാക്തികചേരികളെ നിശ്ചയിക്കുന്നത്, നിയന്ത്രിക്കുന്നത്, നിലനിർത്തുന്നത്. പരസ്യമായിട്ട് നമ്മുടെ നേരെ ചിരിച്ചു കാണിക്കുന്ന പലരും സത്യത്തിൽ നമ്മുടെ ശത്രുക്കളായിരിക്കും. ഇതാണ് ലോകരാഷ്ട്രീയത്തിൻ്റെ യാഥാർത്ഥ്യം. ഇത് മനസ്സിലാക്കാണ്ടിരുന്നിട്ട് ഒരു കാര്യമില്ല. ഇതാണ് വാസ്തവം. അതിൻ്റെ മുഖങ്ങൾ അത്ര കാപട്യമില്ലാണ്ട് ചില നേരത്തെ അനാവരണം ചെയ്യുന്ന വ്യക്തിയാണ് ട്രംപ്. അയാൾക്ക് ഈ ആയുധ കമ്പനികളുടെ തന്ത്രങ്ങൾ നിർത്തിയേ പറ്റുള്ളൂ. അയാളൊരു ജൂതവിരുദ്ധനൊന്നുമല്ല, പക്ഷേ ജൂത ആയുധ കമ്പനികളുടെയോ ജൂത പൊളിറ്റീഷ്യൻസിൻ്റെയോ സുഹൃത്തുമല്ല. അയാൾ ജൂതവിരോധിയല്ല. അദ്ദേഹത്തിൻ്റെ മകളുടെ ഭർത്താവ് ജാരദ് ക്രൂഷ്ണർ എന്ന് പറയുന്ന ആൾ ജൂതനാണ്, അഥവാ ജൂതവംശജനാണ്. എങ്കിൽ പോലും ജൂതന്മാരുടെ പരിധി കൂടുതൽ മമതയൊന്നുമില്ല. ഇനി ഗാസയിൽ വല്ല ഒക്കെ നടക്കുന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് ഒരു പുതിയ ട്രംപ് ടവർ അവിടെ പണിയുക? അമേരിക്കക്കാർക്ക് അങ്ങനെ 4 പഞ്ചനക്ഷത്ര ഹോട്ടൽ പണിയാം, എന്നിട്ട് അതിൽ കുറച്ച് ഗാസക്കാർക്ക് അങ്ങനെ തൊഴിൽ കൊടുക്കാമെന്ന് മാത്രമേ ട്രംപ് ചിന്തിക്കുള്ളൂ. ഇതൊക്കെ ട്രംപ് ചിന്തിക്കുന്നത് അങ്ങനെയൊക്കെ പോകും. അദ്ദേഹം മൊത്തം ഒരു കച്ചവടക്കാരൻ, സാമ്പത്തിക ലാഭം ഉണ്ടാക്കുന്ന വഴിയെന്തോ ഇത്രയും പുള്ളി വളരെ നമുക്ക് ഈസി ആയിട്ട് മനസ്സിലാക്കാൻ പറ്റും. ഇതാണ് അദ്ദേഹത്തിൻ്റെ ചിന്തകൾ. ഇതുപോലെ അല്ല അമേരിക്കയുടെ പൊളിറ്റീഷ്യൻസും ആയുധ ലോബികളും ഒക്കെ ചിന്തിക്കുന്നത്. ആയുധ ലോബികൾക്ക് എങ്ങനെ പണം ഉണ്ടാക്കാം? അമേരിക്ക എത്ര നശിച്ചാലും വേണ്ടില്ല, അമേരിക്കൻ ജനത എത്ര കഷ്ടപ്പെട്ടാലും വേണ്ടില്ല. അമേരിക്കയിലെ ഒരു പ്രത്യേകത എന്താ? ഇന്ത്യയിൽ ഓരോ 5-10 കൊല്ലം കൂടുമ്പം ഇവിടെ ശമ്പളം വർദ്ധിക്കും. 10 കൊല്ലത്തിനകത്തൊരു ശമ്പള കമ്മീഷൻ റിപ്പോർട്ടൊക്കെ വരും. അത് വെച്ചിട്ട് പണ്ട് ഒരു 25 കൊല്ലം മുമ്പ് കോളേജ് പ്രൊഫസർമാർക്ക് 10,000 രൂപ താഴെയായിരുന്നു ശമ്പളമെങ്കിൽ ഇപ്പോൾ 2-2.5 ലക്ഷം രൂപയായിട്ടുണ്ട്. ആ വർധന ഇവിടെയുണ്ട്. പക്ഷേ അമേരിക്കയിൽ 25 കൊല്ലത്തിനിടയ്ക്ക് ശമ്പള വർധന ഉണ്ടായിട്ടില്ല, അതിന് മുമ്പത്തേതൊന്നും ഉണ്ടായിട്ടില്ല. അതങ്ങനെ സ്റ്റാൻഡ് സ്റ്റില്ല, അവിടെ നിൽക്കുകയാണ്. പിന്നെ എന്തുകൊണ്ട് പിടിച്ചു നിൽക്കുന്നു? ലോകരാജ്യങ്ങളുടെ സമ്പത്ത് ശേഷിയായിട്ട് കണക്ക് കൂട്ടുമ്പം ഡോളറിൻ്റെ മൂല്യം ഉയർന്നു എന്നുള്ളതുകൊണ്ടാണത്. അമേരിക്ക പിടിച്ചു നിൽക്കുന്നത് അങ്ങനെയാണ്. അതുകൊണ്ട് അവർക്ക് കുറഞ്ഞ ചിലവിൽ ഒത്തിരി സാധനങ്ങൾ വാങ്ങാൻ പറ്റും, ഉയർന്ന ഡോളർ മൂല്യം എന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ പെട്രോളിയം ഉൽപ്പന്നങ്ങളാണെങ്കിലും ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ എന്ത് വസ്തുവാണെങ്കിലും അവർക്ക് വാങ്ങണമെങ്കിൽ കുറഞ്ഞ പൈസയ്ക്ക് പറ്റും. ഇതുകൊണ്ട് അവിടെ ജനത കലാപം ഉണ്ടാക്കുന്നില്ല എന്ന് മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ അവിടെ ശമ്പള വർധനയൊന്നുമില്ല. അവിടുത്തെ കമ്പനികളിലെ പോലും സംസ്കാരം നോക്കുകയാണെങ്കിൽ ആണിന് കൊടുക്കുന്ന ശമ്പളം പെണ്ണ് കൊടുക്കില്ല. ഇതൊക്കെയാണ് അമേരിക്ക. ഇത് പണ്ട് കൂലിപ്പണിക്കാരുടെ കേസ് കേട്ടിട്ടുണ്ട്. പണ്ട് 30 രൂപ ആണിന് 27 രൂപ പെണ്ണിനും കൂലി ഉണ്ടായിരുന്നൊരു കാലത്തെക്കുറിച്ച് എനിക്ക് ഓർമ്മയുണ്ട്. കൊച്ചുനാളിൽ അങ്ങനെയുള്ള ഇതൊക്കെ കണ്ടിട്ടുണ്ട്. ഏതാണ്ട് അതേ അവസ്ഥയിലാണ് അമേരിക്കയിലെ പ്രൈവറ്റ് കമ്പനികളിലെ ഒരേ റാങ്ക് നിയമനമാണെങ്കിലും പോകുന്നത്. 2 തരം. സോഷ്യൽ ഇക്വാലിറ്റി ഒന്നും ഇല്ലാത്തൊരു പ്രത്യേക നാട്. അവിടെ ശമ്പള വർധനയില്ല. സത്യം പറഞ്ഞാൽ ഒരു വ്യാജ സമ്പദ് വ്യവസ്ഥ ജനങ്ങളെ വഞ്ചിക്കുന്ന ഒരു ഒന്നാന്തര ഉദാഹരണമാണ് അമേരിക്കൻ സമ്പദ് വ്യവസ്ഥ എന്ന് പറയുന്നത്. ആ കോവള എപ്പോൾ പൊട്ടുന്നോ അപ്പോഴേ ലോകം അതിൻ്റെ യാഥാർത്ഥ്യം അറിയുള്ളൂ. പൊട്ടാതെ അതിനെ മര്യാദയ്ക്ക് ശക്തമായ സമ്പദ് വ്യവസ്ഥ ആക്കി തിരിച്ചു കൊണ്ടുവരാനാണ് ട്രംപ് നോക്കുന്നത്. അതാണ് സംഭവം. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ഇന്ത്യ ലൈവ് നിരന്തരം നിങ്ങളുമായി നല്ല ആശയങ്ങളും നല്ല വാർത്തകളും കൈമാറിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളോട് സഹകരിക്കണം. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറന്നുപോയവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ഇന്ത്യ ലൈവിൻ്റെ IND എന്നുള്ള ലോഗോയിൽ ഒന്ന് വിരലമർത്തിയാൽ ചാനലിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബാർ തെളിഞ്ഞു വരും. അതിലും തൊട്ടുപുറത്ത് കാണുന്ന ബെൽ ഐക്കണിലും ഒന്ന് വിരലമർത്താൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ പിന്തുണയാണ് ഞങ്ങളുടെ മുന്നോട്ടുള്ള പ്രയാണത്തിനുള്ള കരുത്ത്.